ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 35/2025 എക്സാമിന് ചോദിച്ച 10 ചോദ്യങ്ങളിലെ ആദ്യത്തെ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഇപ്പം നമുക്ക് തരുന്നത് ദ പ്രൈസ് ഓഫ് റൈസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 12.5%. By what percentage should the consumption of rice be reduced to avoid additional expenditure എന്നാണ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ വില അല്ലെങ്കിൽ ഒരു റൈസിൻ്റെ വില, റൈസ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൈസ്. ഈ റൈസിൻ്റെ വില എന്ത് ചെയ്തു എന്ന് പറയുന്നു? 12.5% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുകയാണ്. ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സാലറി കൂടുന്നതും കുറയുന്നതും ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരാളുടെ റൈസിൻ്റെ വില എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു, അവിടെ 12.5% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ശതമാനം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപഭോഗം കുറയ്ക്കണം. റൈസിൻ്റെ വില കൂടിയതനുസരിച്ച് ഉപഭോഗം നമ്മൾ എത്ര ശതമാനം കുറച്ചാൽ എന്ത് സംഭവിക്കും, നമ്മളുടെ ഈ വിലയ്ക്ക് നമ്മുടെ ചെലവിന് മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ സാധാരണ കേസ്, ഇപ്പോൾ നമുക്കിപ്പോൾ 10% വില വർദ്ധിച്ചു, എത്ര കൺസംഷൻ കുറയ്ക്കണം എന്ന് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 100 രൂപയായിരുന്ന പ്രോഡക്റ്റിന് 110 അതായത് 10% ഇൻക്രീസ് ചെയ്തു. 10% ഇൻക്രീസ് ചെയ്തു എങ്കിൽ കൺസംഷൻ എത്ര കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് പഴയതുപോലെ 100ലേക്ക് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ 10/110, 110 ആയിരുന്നു, 110 100ലേക്ക് വരണം, ഇൻറ്റു 100 നമ്മൾ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ശതമാനം സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കട്ടായി പോവും. നമുക്കിവിടെ 100/11 എന്ന് വരും. 100/11 എന്ന് പറയുമ്പോൾ എത്ര വരും? 100/11 എന്ന് പറയുമ്പോൾ 1/11% എന്ന് വരും. 99 ഓക്കെ. ഇങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, കൺസംഷൻ നമ്മൾ കുറയ്ക്കേണ്ടത്. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ മറ്റൊരു മെത്തേഡ്, അതായത് ഇവിടെ തന്നിരിക്കുന്നത് 12.5 ഡെസിമലൊക്കെ വരും കാൽക്കുലേഷൻ. അപ്പം നമുക്ക് ആ കാൽക്കുലേഷനിൽ ഡെസിമലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പെർസെൻറ്റേജ് ഒക്കെ അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കേസാണ്. ഈ 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ 1/8 ആണ്. അതിന് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 50% എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ 1/2 എന്നും, 33 1/3% എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ 1/3 എന്നും, അത് കഴിഞ്ഞ് 25% എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ 1/4 എന്നും, 20% എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ 1/5 എന്നും, അങ്ങനെ 16 2/3% ആണെങ്കിൽ അവിടെ 1/6 എന്നും ഒക്കെ നമ്മൾ ഇതുപോലെയുള്ള ഫ്രാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 12.5% ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/8 ആയിരുന്നു. 8 ആയിരുന്ന എക്സ്പെൻസ് 1 കൂടി എന്തായി മാറി, 9 എന്ന് പറയാം. അപ്പോൾ 8 ആയിരുന്നു അതിൻ്റെ 12.5%, അതായത് 1 കൂടി 1 രൂപ കൂടി. നേരത്തെ 8 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന റൈസിന് 1 രൂപ വില കൂടി ഇപ്പോൾ എത്ര രൂപയായി മാറി, 9 രൂപയായി മാറി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺസംഷൻ എത്ര കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എത്ര ശതമാനം എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് 8ൽ നിന്ന് 1 കൂടി 9 ആയി, അടുത്ത 9ൽ നിന്ന് 1 കുറഞ്ഞ് 8 ആവും. അപ്പം 9ൽ നിന്ന് 1 കുറഞ്ഞു ഇൻറ്റു 100 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 100/9 എന്നാണ് ആൻസർ വരുന്നത്. ഈ 100/9 ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഡെസിമലിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100/9, 1/9, 10 എഴുതി, വീണ്ടും 1/9, വീണ്ടും 10. അപ്പോൾ നമുക്ക് 11 സംതിങ് വന്നിരിക്കുന്നു. 11 സംതിങ് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഇത് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. 11.11% എന്ന് പറയാനായിട്ട് പറ്റും. കണ്ടോ? അപ്പം നമ്മൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്.
സാധാരണ 10%, 20% ഒക്കെയാണ് CSEB ചോദിക്കുന്നത്. ഇപ്പോഴാണ് അത് ഡെസിമൽ വെച്ചൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഡെസിമൽ വെച്ച് ചോദിക്കുകയാണെങ്കിലും ഇനി 10%, 20% വെച്ച് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഫ്രാക്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും. മെത്തേഡ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്കത് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? സാധനത്തിൻ്റെ വില കൂടുന്നു, എത്ര കൺസംഷൻ കുറയ്ക്കണം എന്നുള്ള ടൈപ്പാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അവിടുത്തെ ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ നമ്പർ വിച്ച് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. അടുത്ത പെയറിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ CSEB എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ ഒരു 15 വരെയുള്ള സംഖ്യകളുടെയും മിനിമം 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ നമ്മൾ പഠിച്ചിരിക്കണമെന്നും 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും 25 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ്, വളരെയധികം പ്രാധാന്യമുള്ളൊരു കേസാണ്. കാര്യം എന്തുകൊണ്ടാണ്? നമുക്ക് ഇതുപോലെയുള്ള അനലോഗി ആൻഡ് സിമിലാരിറ്റി ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, കോഡിങ് ആൻഡ് ഡീകോഡിങ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര അധികം യൂസ്ഫുൾ ആകുന്ന ഒരു കേസാണ് ഏതെന്ന് പറയുന്നത്. ഓഡ് വൺ ഔട്ടൊക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് ഏതെന്ന് പറയുന്നത് ഈ കാണുന്നത്. ഇപ്പോൾ നോക്കൂ, 216 എന്ന് പറയുന്നത് നമുക്കറിയാം അത് 6ൻ്റെ ക്യൂബാണെന്നറിയാം. 6ൻ്റെ ക്യൂബാണ്. 343 എന്ന് പറയുന്നത് 7ൻ്റെ ക്യൂബ്. നോക്കൂ, 6ൻ്റെ ക്യൂബും 7ൻ്റെ ക്യൂബുമാണ്. അപ്പോൾ എന്താണ് 512 എന്ന് പറയുന്നത്? 512 എന്ന് പറയുന്നത് 8ൻ്റെ ക്യൂബ് അല്ലേ? 8ൻ്റെ ക്യൂബ് അല്ലേ? 8 × 8 64. 64 × 8 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് എന്താണ് 512 എന്ന് വരും അല്ലേ? അപ്പോൾ 6ൻ്റെ ക്യൂബ്, 7ൻ്റെ ക്യൂബ്, 8ൻ്റെ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്താണ്? 9ൻ്റെ ക്യൂബാണ് എടുക്കേണ്ടത്. 9ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 729 ആണ്. 729. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മറക്കണ്ട, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും പഠിക്കുക, 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും പഠിക്കുക കേട്ടോ. ഇത് രണ്ടും പഠിക്കണം. നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം 10 ചോദ്യങ്ങളിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ഇതിൽ നിന്ന് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതൊന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനി നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും നമുക്കൊരു പിക്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പിക്ചർ ഇവിടെ ഉണ്ടല്ലേ, ഒരു ട്രയാങ്കിളിനകത്ത് കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ട് ഇവിടെ 21 എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടുത്തെ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ നമ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഇതെല്ലാം ഈ കാണുന്ന നമ്പേഴ്സുകളെല്ലാം നോക്കിയേ, ഈ 36 എന്ന് പറയുന്നത് 6ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് അറിയാം. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ കാണുന്ന 64 എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയർ ആണെന്നറിയാം. 49 എന്ന് പറയുന്നത് 7ൻ്റെ സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 21 ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 8നെയും 6നെയും 7നെയും 8 + 6 + 7 ഒന്ന് ചെയ്തു നോക്കാം. എത്ര കിട്ടും? 8 × 6 = 14, 14 × 7 = 21. ആൻസർ എത്രയെന്ന് കിട്ടി? 21 എന്ന് കിട്ടി. ഓക്കെ, റൈറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഈ 121 നോക്കാം. അത് എത്രയുടെ സ്ക്വയർ ആണ്? 11ൻ്റെ സ്ക്വയർ ആണ്. ഇത് 9ൻ്റെ സ്ക്വയർ ആണ്. ഇത് 10ൻ്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 11 20 20 10 30 30 എന്ന ആൻസർ വരണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ. ഓപ്ഷൻ 30 ഓപ്ഷൻ ബി ആയിട്ടുണ്ടല്ലോ ഇവിടെ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ഉത്തരം 11 + 9 + 10 ആണ് അല്ലേ? 19 20 30. സോ 30 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഈസി ആയിട്ടുള്ളൊരു നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ? ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ പിക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ പിക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കണം, പിക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ CSEBക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളത് കാണണം. ഓക്കെ, ശരി. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ സെയിം റിലേഷൻഷിപ്പ് ഓഫൺ ഹാസ് വിത്ത് FOTNE എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ഓഫൺ എന്ന് പറയുന്ന വാക്കിനെ
FOTNE എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന റിലേഷനിൽ ഏതാണ് നമുക്കിതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മളിപ്പോൾ ഈ രണ്ട് വേർഡ് നോക്കാം. ഈ രണ്ട് വേർഡുകൾ മാത്രം നോക്കാം. ഈ രണ്ട് വേർഡുകൾ നോക്കുമ്പോൾ ടിയുടെ പൊസിഷൻ മാറിയിട്ടില്ല കേട്ടോ. ടിയുടെ പൊസിഷൻ മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ FIRST ആണ്. FIRST ടിയുടെ പൊസിഷൻ. അപ്പോൾ ഇതിലും ആറിൻ്റെ പൊസിഷനും മാറിയിട്ടില്ല. ഇവിടെ ഇയുടെ പൊസിഷൻ മാറിയിട്ടില്ല, കറക്റ്റാണ്. ഇവിടെ എസിൻ്റെ പൊസിഷൻ മാറിയിട്ടില്ല. ഇവിടെ എയുടെ പൊസിഷൻ മാറിയിട്ടില്ല. എല്ലാത്തിലും സെയിം റിലേഷൻ തന്നെയാണ് പോയിരിക്കുന്നത്. അടുത്തത് ഇവിടെ OF, ഇത് FO. അപ്പോൾ OF എന്ന് പറയുന്നത്, അപ്പോൾ FI എന്ന് പറയുന്നത് IF കറക്റ്റ് തന്നെയാണ് റിലേഷൻ. OP എന്ന് പറയുന്നത് ഇത് അവിടെ അല്ല. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റത്തില്ല. RI എന്ന് പറയുന്നത് ഇത് ഓക്കെ കറക്റ്റാണ്. HE എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ട് ഓപ്ഷനായിട്ട് മാറി. ഓക്കെ, രണ്ടെണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അടുത്തത് EN ആണ് ഇവിടെ കിടക്കുന്നത്. ആ EN എന്ന് പറയുന്നത് NE ആയിരിക്കുന്നു. ST TS ST ആയിട്ട് കിടക്കുന്നു. സോ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. KY YK. സോ ഓപ്ഷൻ ഏതാണ്, C ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അടുത്ത ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റി. വളരെ ഈസി ആയിട്ട്. എന്തായിരുന്നു, ടിയുടെ പൊസിഷൻ മാറുന്നില്ല, എന്നാൽ OF എന്തായി, FO ആയി. നേരെ എന്ത് ചെയ്തു, തിരിച്ചിട്ടിരിക്കുന്നു. EN എന്ന് പറയുന്നത് NE ആയി അല്ലേ. അതിനെ എന്ത് ചെയ്തു, തിരിച്ചിട്ടു. കൃത്യമായിട്ട് നമുക്ക് ആ റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ആൻസറിലേക്ക് പോകാനും പറ്റി. ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ ആണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റി അല്ലേ. യെസ്, അപ്പോൾ അത് ഓക്കെ ആണ്. ഓപ്ഷൻ C തന്നെയാണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, 3 of the following are alike in a certain way and so from a group which is the one that does not belong to the group എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഗ്രൂപ്പിൽ പെടാത്ത സാധനം ഏതാണെന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ABCD റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിയില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ ആ ABCD ഒന്ന് മൊത്തത്തിൽ ഒന്ന് എഴുതി വെക്കാം. ABCD E F G H I J K L M N O P Q R S T U V W X Y Z. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം WZU. W ഉണ്ട്, Z ഉണ്ട്, U ഉണ്ട്. അപ്പോൾ ശരിക്കും WZU എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം W ആണ് ഇവിടെ കിടക്കുന്നത്. Z എന്ന് പറയുന്നത് W കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ ആണ് എന്ന് പറയാം അല്ലേ, മൂന്നാമത്തെ ലെറ്റർ. U എന്ന് പറയുന്നത് Wന് മുമ്പ് രണ്ടാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ അതേ റിലേഷൻ ആണ് അടുത്തേ നോക്കാം. FID എന്ന് നോക്കാം. FID സെയിം റിലേഷൻ ആണ് അത് പോയിരിക്കുന്നത്. അടുത്ത MPL നോക്കാം. MPL. അപ്പോൾ ഒരിക്കലും ഇതല്ല. ഇനി LOG കൂടെ ഒന്ന് നോക്കാം. LOG. L ഉണ്ട്, O ഉണ്ട്, G. LOGയും ആ റിലേഷൻ വരുന്നില്ലല്ലോ. MPLന്റെ റിലേഷൻ ഒന്നുകൂടെ നോക്കട്ടെ. M കഴിഞ്ഞ് മൂന്നാമത്തത് L തൊട്ട് മുമ്പത്തെ ലെറ്റർ. MPL തൊട്ട് മുമ്പത്തെ ലെറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇത് രണ്ടും ഇതിന് സ്യൂട്ടബിൾ അല്ലല്ലോ. സോ ഇവിടെ ഓപ്ഷൻ C എന്ന് പറയും. LOGയും കൂടെ നോക്കട്ടെ. LOGയുടെ റിലേഷൻ കൂടെ നോക്കട്ടെ. LO മൂന്നാമത്തെ ലെറ്റർ ആണ്. LOG മുന്നിലുള്ള ഒരുപാടുള്ള ലെറ്റർ ആണ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൽ LOG അല്ല, LOJ. സോ എന്ത് തന്നെയാണ്, ഇത് തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. LOG. ഇത്രയും നേരം ഞാൻ LOG എന്നാണ് വായിച്ചത്. LOJ ആണ് അല്ലേ, LOJ ആണ്. സോ നമുക്ക് LOJ റിലേഷൻ സെറ്റ് ആണ്. ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ C തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ 5 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ 5 ചോദ്യങ്ങൾ തന്നെയായിരുന്നു നമുക്ക് അടുത്ത
അടുത്ത 5 ചോദ്യങ്ങളുമായിട്ട് അടുത്ത പാർട്ടി കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്.